അപ്പോൾ നമ്മൾ ഈ വീടിന്റെ ഇലക്ട്രിക്കൽ പൈപ്പ്, അതായത് നമ്മൾ ഇവിടെ വാളിലൂടെ കൊണ്ടുപോയിട്ടുള്ളത് വളരെ കുറച്ചാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഈ ലിൻഡൽ, ഇതാണ് ലിൻഡൽ, ഇത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു ലിൻഡലിന്റെ മേലോട്ടാണ് നമ്മൾ സാധാരണ വയറിങ്ങിന്റെ പൈപ്പ് എല്ലാം കൊണ്ടുപോകല്. ഇത് വളരെ കുറഞ്ഞ അളവിൽ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സീലിംഗിന്റെ നമ്മൾ കോൺക്രീറ്റിന്റെ അകത്തുകൂടെ ഇതുപോലെ മാക്സിമം അന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു 10-200 ലെങ്ത് പൈപ്പ് സീലിംഗിന്റെ അകത്തൂടെ എടുത്ത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക്കലിന്റെ ഈ ഒരു സെക്ഷൻ എത്തുമ്പോൾ ഈ വയറിങ്ങിന്റെ ചുമര് കട്ട് ചെയ്യുന്നതിന്റെ സ്ട്രെങ്ത്തിന്റെ വിഷയമൊന്നും വരുന്നില്ല. കാരണം വളരെ കുറച്ച് ലൈൻസ് മാത്രം നമുക്ക് ചുമരിലൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള എഫക്റ്റീവ് എന്താ വെച്ചാൽ ലേബർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ വയറിന്റെ ലെങ്ത്തുകൾ ഒരുപാട് കുറക്കാൻ പറ്റും ഈ ചുമരിലൂടെ. ഇപ്പോൾ ഒരു കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ഓടിച്ചുകൊണ്ട് കൊണ്ടുവരണം. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഈ HD പൈപ്പ് സീലിങ്ങിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ട്, ഇതാണ് നമ്മൾ DB ബോക്സ് വരുന്നത്. ഈ DB ബോക്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് വയറും പൈപ്പും സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സീലിങ്ങിന്റെ ഈ കോൺക്രീറ്റിന്റെ അകത്തുകൂടെയാണ് കംപ്ലീറ്റ് എന്നല്ല, ഒരുവിധം പൈപ്പുകളൊക്കെ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വയറിങ്ങിന്റെ ഈ ഒരു സെക്ഷനിൽ, അതായത് വാള് കട്ട് ചെയ്തിട്ട് ചുമര് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ പൊട്ടിച്ച് എടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് പൊട്ടിച്ചാൽ മതി. കാരണം ഒരുവിധമൊക്കെ മേലെ കൂടെ പോയതുകൊണ്ട് തന്നെ നമുക്ക് വയറ് വലിക്കാൻ സുഖമാണ്. എല്ലാത്തിനും വളരെ കുറഞ്ഞ ചെലവേ നമുക്ക് വയറിന് വരുള്ളൂ ആ സ്ഥാനത്ത്. നേരെ തിരിച്ച് നമ്മൾ ഒരു മെജോറിറ്റി ഭാഗം ഫുള്ളായിട്ട് ഈ ഒരു വാളിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് കട്ടിങ്ങിന്റെ ടൈം, അതുപോലെ ലേബർ ചാർജ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓവർ എക്സ്പെൻസീവ് വരും. അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോൺക്രീറ്റിന്റെ അകത്തുകൂടെ ആക്കാൻ നോക്കും. ചിലർ പറയും കോൺക്രീറ്റിന്റെ അകത്തുകൂടെ നമ്മൾ പൈപ്പ് കൊണ്ടു കഴിഞ്ഞാൽ സ്ട്രെങ്ത്തിനെ കൂടുതലായിട്ട് ബാധിക്കും. അങ്ങനത്തെ ഒരു വിഷയമൊന്നും അങ്ങനെ വരില്ല. കാരണം വളരെ 20 mm അല്ലെങ്കിൽ 16 mm ഒക്കെ ചെറിയ പൈപ്പുകളാണ് നമ്മൾ കൊണ്ടുപോകുക. അപ്പോൾ മാക്സിമം വീടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പ് കൊണ്ടുപോകുന്നത് മാക്സിമം ഇതുപോലത്തെ ബീമിന്റെ ഉള്ളിൽ കൂടെ അതുപോലെ കോൺക്രീറ്റിന്റെ അകത്തൂടെ കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ. തിരക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.